ആരാ ഡോണറാണ് അമ്മയാണോ? ഇപ്പൊ എവിടെ കാണിക്കുന്നത്? കയ്യിൽ പൈസ ഉണ്ടാവും? കയ്യിലൊന്നുമില്ല, ഒന്നുമില്ല. ചേർന്ന് കെട്ടിക്കണായിരുന്നു പുറത്തേക്ക്. ഇവിടെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഡയാലിസിസ് മാത്രമല്ലല്ലോ. നിങ്ങളൊരു കാര്യം ചെയ്യും, കോഴിക്കോട് ഇത്ര ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, നിങ്ങളുടെ ടെസ്റ്റ് നടത്തിയിട്ടുണ്ടോ? ഇക്ര ഹോസ്പിറ്റലിൽ പോയിട്ട് ടെസ്റ്റ് നടത്തിയിട്ട് ഡേറ്റ് പറയും. പിന്നെ ബഷീർക്കായിട്ടൊന്ന് കണ്ട് ബന്ധപ്പെട്ടാൽ മതി. ഇത് പറഞ്ഞാൽ മതി. ടെസ്റ്റ് നടത്തി ഡേറ്റ് വാങ്ങിയിട്ട് പറഞ്ഞാൽ മതി. അടുത്ത ടെസ്റ്റൊക്കെ കഴിക്കും. 90% കഴിച്ചു. എന്താ ഡേറ്റ്? പിന്നെ ഫൈനലായി കഴിഞ്ഞിട്ട് ആണ് ഡേറ്റ്. വേറെ എന്തെങ്കിലും അസുഖങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടോ? ഒന്നുമില്ല. കിഡ്നി ട്രാൻസ്പ്ലാന്റ് എത്ര രൂപ? പക്ഷെ 5 ലക്ഷമാണ് അത് എഴുതിയിരിക്കുന്നത്. അത് അവർക്ക് അങ്ങനെ തരാൻ പറ്റുള്ളൂ. അവർ 3 ലക്ഷം രൂപയ്ക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് നിങ്ങളടുത്ത് എഴുതിയതല്ലേ? 3 ലക്ഷത്തിനാണ് ഇക്ര ഹോസ്പിറ്റലിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. അവരെ വീട്ടുകാർ കൊടുക്കുകയാണ്. പക്ഷെ ഇതിൽ 5 ലക്ഷമാണ് എസ്റ്റിമേറ്റ് കൊടുത്തിരിക്കുന്നത്. ഇക്രയല്ല, ഇക്രയിലേത് ഇതാ ഇക്രാന്ന് എഴുതിയിരിക്കണതേ. ഇക്ര ഹോസ്പിറ്റല് 5 ലക്ഷം രൂപ ട്രാൻസ്പ്ലാന്റ്. അല്ല, അത് 2.25 അവർ ചെയ്യും. പിന്നെ ബാക്കി അതിന്റെ ഇത് എസ്റ്റിമേറ്റാണ്. ഇത് സർജറിന്റെ എസ്റ്റിമേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. 5 ലക്ഷമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 5 ലക്ഷം. ആ, അതാ നിങ്ങൾക്ക് വായിക്കാറിയോ? എഴുതിയിട്ടുണ്ടതാ. വായിക്കാറെങ്കിൽ നോക്കിക്കോളൂ. ഇതാ ഇതിലെന്താ എഴുതിയിരിക്കുന്നത്? ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ പറയുന്നത് 3 ലക്ഷം എന്ന് പറയും, സർജറി കഴിഞ്ഞ് പുറത്ത് വരുമ്പോൾ മാറും എന്നൊക്കെ പറയുന്നത് എന്തിനാണെന്നറിയോ? ഈ രോഗികൾക്ക് അവര് ദുരിതം അനുഭവിക്കാതിരിക്കാനാണ്. നിങ്ങളെ പോലെ പല ആളുകളും വന്നിട്ട് അതിനെ കൂടെ പിന്താങ്ങിട്ട് നിൽക്കും. 3 ലക്ഷത്തിന് സർജറി എല്ലാം പക്കയാണെന്നുള്ളത്. 3 ലക്ഷം കൊണ്ട് പോയാൽ ഞങ്ങളുടെ സർജറി നടത്തുമോ? നല്ല റേഞ്ച് ഉണ്ട്. അപ്പോൾ ആളുകൾ കാണട്ടെ. അപ്പൊ യാദൃശ്യമായിട്ട് നമ്മുടെ മുന്നിലേക്ക് വന്നൊരു രോഗിയാണല്ലോ, ആളുകൾ കാണട്ടെ. ബ്ലഡ് ഗ്രൂപ്പ് വേറെയും കൂടിയാണ്. എന്റെ എ പോസിറ്റീവും പെങ്ങളുടെ ബി പോസിറ്റീവും കൂടെയാണ്. അപ്പൊ അതിന് എക്സ്ട്രാ പ്ലാസ്മെന്റ് അതിന്റെയും കൂടി ചേർത്തിട്ടാണത്? അല്ല, അതല്ലാതെ പ്ലാസ്മെന്റ് വേറെയാണോ? പ്ലാസ്മയ്ക്ക് വേറെ പൈസ. ഇത് സർജറിന്റെ മാത്രമാണോ? സർജറിന്റെ മാത്രമല്ല, സർജറി അനുബന്ധ ചെലവുകളും കൂടിയാണ് 1 ഇയറിലേക്കുള്ള ഏകദേശം തീർന്നത്. 2/11/2020 അതായത് കഴിഞ്ഞ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ആവട്ടെ. ഇത് ഞാൻ ആദ്യം മിംസിലായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. ഉൾപ്പെടെ പിന്നെ 3.25 ആദ്യം പ്ലാസ്മ ഉൾപ്പെടെ 3.25. നമുക്ക് സർജറിക്ക് നിങ്ങൾക്ക് ഇത് പ്ലാസ്മ ഉൾപ്പെടെയുള്ള പൈസയാണോ പറഞ്ഞിരിക്കുന്നത്? അല്ല, അവർക്ക് അങ്ങനെ തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഗവൺമെന്റ് പ്ലാസ്മയ്ക്ക് വേറെയാണോ ചാർജ് പറഞ്ഞിരിക്കുന്നത്? ഇത് സർജറി ചാർജ് ആണോ പറഞ്ഞിരിക്കുന്നത്? അനുബന്ധ ചെലവുകൾ. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഇതൊരു 3 ലക്ഷം രൂപ ആക്കി കൊടുക്കുമ്പോൾ സംസാരിച്ചിട്ട് ഈ 5 എന്നുള്ളതിന് നിങ്ങൾ സംസാരിച്ച് 3 ആക്കാം. 3 ലക്ഷം ഞാൻ കൊടുക്കുക. ഞങ്ങൾക്ക് ഇയാളുടെ അഡ്മിഷൻ മുതൽ ഡിസ്ചാർജ് വരെ 3 ലക്ഷത്തിനാക്കിയിട്ട് അവിടെ നിന്ന് വിടാൻ പറയും. പൈസ ഞാൻ കൊടുക്കാം. ഇത് കഴിഞ്ഞിട്ട് മൂപ്പരെ ഒന്ന് ബന്ധപ്പെടുന്നത് കേട്ടോ. നമുക്ക് ചെയ്തുതരാം. നമ്പർ വിളിച്ചോ.
ഞാൻ എന്തെങ്കിലും ഒരു പറ്റില്ല പിടിക്കില്ല എന്ന് പറയുകയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് നോക്കാം കേട്ടാ. ഓക്കെ, നിങ്ങൾ ചെയ്യോ? റഷീദ് നീലാംബരി എന്ന് പറയും, ഇവിടുത്തെ ഒരു ചാരിറ്റി പ്രവർത്തകനാണ്. ഓക്കെ, താങ്ക് യു. 9526 നിങ്ങൾ റഷീദ നമ്പർ ഇത് കഴിഞ്ഞിട്ടേ നിങ്ങൾ കൊടുത്തിട്ട് ഒന്ന് കറക്റ്റ് കേട്ടോ. 9526 986 986 786 786 റഷീദിന് അവരുടെ ഫയലിൽ ഫോട്ടോ എടുക്കണം. എത്ര മക്കളാണ്? ഫയലിൽ നോട്ട് 3 മക്കളോ? പുറത്തേക്ക് വരുമ്പോൾ അടിച്ചാൽ മതി. കിടപ്പിലാണോ? മകൻ കിടപ്പിലാണ്? സർജറി ചെയ്തിട്ട് 2 കാലം ബാക്കി മുന്നോട്ട് പോകാൻ ഒരു നാട്ടുകാരും കുടുംബക്കാരും ചെയ്ത് തന്നോണ്ടായിരുന്നു. പക്ഷേ അതൊന്ന് പഠിക്കണ്ടേ നമുക്ക്? വീണിട്ട് തലയ്ക്ക് വരിക്ക് പറ്റിയതാണ്. സ്റ്റോക്ക് ആയിട്ട് പോകണം. സ്ട്രോക്ക് ആയിട്ട് കൊണ്ടതാണ്. ഒരു സൈഡ് താഴ്ന്നിട്ടുണ്ടാവും. എത്രയായി? ഇപ്പൊ ഒരു 1-1.5 വർഷമായി. ഫിസിയോതെറാപ്പി കാര്യങ്ങളൊക്കെ ചെയ്യും. ഉണ്ട്. ഇപ്പം മൈസൂരാണ്. എന്തെങ്കിലും മാറ്റമൊക്കെ കാണുന്നുണ്ടോ? ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആള് സംസാരിക്കലുണ്ടോ? വല്ലപ്പോഴൊക്കെ പറഞ്ഞാലേ എനിക്ക് മനസ്സിലാവും. ആണോ? ഭക്ഷണം എങ്ങനെ കൊടുത്തില്ലപ്പോ? ഭക്ഷണത്തിന് എവിടെ കൊടുക്കും? ഇവിടെ പൊളിയാടി സ്ട്രോക്ക് വന്നതാണ്. ഇതിപ്പോ ഫിസിയോതെറാപ്പി കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. 1.5 വർഷമായില്ല. ഇതൊരു പഴവും ചെയ്തു ഈ സംഭവം അല്ലേ? ഇതാണ് അവസ്ഥ. കാണിക്കുന്നത് ആഫ്റ്ററോ ഈ കാല് ഇതില്ല, അപ്പൊ കാലിനൊരു ഇരിക്കുകയാണ്. ഇപ്പൊ കാല് പിശ ചെയ്യണം. കിടന്ന് കിടപ്പാണ്. ഇവിടെ ആണെങ്കിൽ സ്ഥലവും വീടൊക്കെ വിറ്റിട്ടാണ് പെൺകുട്ടികളാണ് നോക്കുന്നത്. മകളാണ് നോക്കുന്നത്. വീട് നമ്മളെ എസ്റ്റിമേറ്റ് ഫോട്ടോ എടുത്ത് വാങ്ങിച്ചിട്ട് ട്രീറ്റ്മെന്റ് ഇത് പഴുപ്പത്തൂര് നിങ്ങളുടെ വർഷങ്ങളായിട്ടുള്ള പഴക്കമുള്ളത് കോഴിക്കോട് സാർക്കേർ ഹോസ്പിറ്റലിൽ ഫ്രീ ആയിട്ട് ഓപ്പറേഷൻ ചെയ്തതിനാണ് നിങ്ങൾ കൊണ്ടാത്ത പേഷ്യന്റ് ഉള്ളത്. ഞാൻ ഇടപെടാം. അതാണോ മലബാർ ഹോസ്പിറ്റലിന്റെ കോഴിക്കോട് കണ്ടത്? ഒരു കാണിക്കുന്നത് എന്തായാലും ഫ്രീ ആയിട്ട് ഓപ്പറേഷൻ ചെയ്തു പറഞ്ഞു. ഞാൻ ചോദിക്കും, ഇപ്പൊ വലിയ സർജറി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ പറഞ്ഞിട്ടുണ്ടോ? ചെയ്തു കഴിഞ്ഞു. ഇപ്പോഴും ആളുടെ അവസ്ഥ അങ്ങനെയാണ് അല്ലേ? കാലിൽ ഇപ്പൊ ഒരു ബോധമില്ലാതെ ഒരു കോമയായിട്ട് സൈഡ് തളർന്ന് കിടക്കുന്ന ഒരാളുടെ കാലിൽ പിടിച്ച് സർജറി ചെയ്തിട്ട് എന്താ കാര്യങ്ങൾ? ഞാൻ പറഞ്ഞെന്താണെന്നറിയോ? ഒരു ഭാഗം താഴ്ന്നു കിടക്കുന്ന ഒരാളുണ്ടെങ്കിൽ കാലിനെ പിടിച്ച് സർജറി ചെയ്തിട്ട് എന്താ കാര്യം? അതാവുന്നേ. അത് സ്ട്രോക്ക് വരുമ്പോ ഈ പറഞ്ഞതുപോലെ ഒരു സൈഡ് തളരും, കാലിങ്ങനെ ആവും, ചേർന്ന് വളയൊക്കെ ചെയ്യും. വളവ് നിർത്താൻ വേണ്ടി നിങ്ങൾ സർജറി ചെയ്തിട്ടുണ്ടെന്ന് പറയുന്ന കാര്യമാണ്. ഈ തളർന്ന ഭാഗം അനക്കാനെ പിടിക്കാതെ തുടങ്ങിയിട്ടുണ്ടോ? ഇവര് അറിഞ്ഞില്ല, പോയിട്ട് അറിഞ്ഞില്ല. നോക്കിട്ടേ നമുക്ക് ചെയ്യാം. നമ്മൾ നോക്കിയാൽ മതി. പറ്റുന്നതാണെങ്കിൽ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഉറക്കത്തിൽ നിന്ന് കട്ടിൽമെന്ന് താഴെ വന്നതാണത് അല്ലേ? ഈ കേസ് തന്നെയാണ് ഞാൻ പറഞ്ഞ കേസ്. നിങ്ങളുടെ മകളുടെ ബക്ടീരിയ ഷോപ്പിലേക്ക് നിൽക്കുന്നില്ലേ? മകളെന്നെ വിളിച്ചിട്ട് കോഴിക്കോട് സർക്കാരിൽ ബന്ധപ്പെട്ട് സൗജന്യമായിട്ട് ചെയ്യാതെ ഫയല് കംപ്ലീറ്റ് അയച്ചു കൊടുത്തിട്ട് സൗജന്യമായി ഈ പേഷ്യന്റിന് സൗജന്യമായിട്ട് അവർ ഓപ്പറേഷൻ ചെയ്തു തരാൻ പറഞ്ഞു. 1.25 ലക്ഷം രൂപയാവും പുറത്ത് സൗജന്യമായിട്ട് അവർ ചെയ്തു തരാൻ പറഞ്ഞു. പക്ഷെ ഓപ്പറേഷന്റെ സമയത്ത് ഇവർ ഡിസ്ചാർജ് ചെയ്ത് വേറെ എവിടെ കൊണ്ടുപോയില്ല. നിങ്ങളുടെ മോളെ വേണക്കാൻ ഞാൻ ബഷീറിനോടും പറഞ്ഞു. ഒരു കാര്യം ചെയ്യുന്നതിനായിട്ട് ബന്ധപ്പെട്ട സർക്കാർ ഹോസ്പിറ്റലിൽ അവർ ഫ്രീ ആയിട്ട് ഫയൽ വേണ്ടി സർക്കാരിലേക്ക് ഞാൻ അയച്ചു കൊടുത്ത ഫയൽ മോള് അവർ ഇപ്പോഴും ഉണ്ട്. ഈ പേഷ്യന്റ് സ്റ്റാർക്കാരനേക്കാളും വലുതല്ലേ? അല്ല, അവർ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. സർക്കാർ ഫയൽ കമ്പനിയിൽ നമ്മുടെ പ്രശ്നങ്ങളെ ഞാൻ അത്രയും ഇടപെട്ട് ചെയ്ത് ഡോക്ടറെ ഫവാസ് ഡോക്ടറായിട്ട് സംസാരിച്ചൊക്കെ ചെയ്തിട്ട് അതുകൊണ്ടാണ് മൂപ്പർ എന്നോട് പറഞ്ഞേ ഈ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി എന്നെ ദിവസം വിളിച്ചാ. ഈ സ്ഥലം കേട്ടപ്പോ ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഇനി എന്താണെന്നുള്ളത് ഇവരായിട്ട് ആലോചിച്ചിട്ട് ചെയ്യും കേട്ടോ. ഒന്ന് പഠിക്കേ പോയിട്ട്. നമ്മൾ ഇതിനായിട്ട് പൈസ ഒന്നും തരൂല.
നിങ്ങൾക്ക് ചികിത്സയാണ് വേണ്ടതെങ്കിൽ ചികിത്സ തരും. സർജറിയാണ് വേണ്ടെന്ന് പറഞ്ഞു സർജറി ഇവര് സൗജന്യമാക്കി നിങ്ങൾ ചെയ്യാതെ പോകും. ഞാൻ പറയട്ടെ, ഇനി നിങ്ങൾക്ക് എന്താ വേണ്ടതെന്നുള്ളത് ഇവരുമായിട്ട് കൂടി ആലോചിച്ചിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യും കേട്ടാ. മോൾക്ക് അറിയാലോ ഞാൻ എത്ര ഇടപെട്ടെന്ന് അറിയാം ഒരു കേസ്. നിങ്ങൾ മൈസൂർ ഫിസിയോതെറാപ്പി അല്ലേ അത് നിങ്ങൾക്ക് ഇവിടെ സൗജന്യ ചികിത്സ തരാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിന് മൈസൂർ കൊണ്ടുപോയി. നിങ്ങളുടെ മോളോട് ചോദിച്ചാലും അറിയാം. അടുത്താള് ബന്ധപ്പെട്ടോളൂ. ഞങ്ങൾ ചെയ്തു ഇടപെട്ട അതാ ഞാൻ ഇടപെട്ട ഉപ്പരന്റെ വിളിച്ചിരിക്കുക. പകത്തോട്ട് വെച്ച് സംസാരിച്ച് ഫ്രീ ആയിട്ട് നിങ്ങളെ ഇവിടെ ഒരാള് സ്ഥലം ഉണ്ടോ? എത്ര സെന്റ് ഉണ്ട്? പഞ്ചായത്തിന് സ്ഥലം കിട്ടൂലേ? ലൈഫ് പദ്ധതിന്റെ ഇതിൽ കിട്ടൂലേ? എത്രയായി കൊടുത്തിട്ട്? 2 കൊല്ലോ. എന്നിട്ടോ? ഇതുവരെ ഒന്നും ആയിട്ടില്ല. ഇപ്പൊ പറയുന്നത് ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ ശരിയാക്കാന്നൊക്കെ പറയുന്നു. നിങ്ങളത് ഫോളോ ചെയ്യണ്ടേ? കൊടുത്തിട്ടും മിണ്ടാതിരിക്കുക അല്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി അന്വേഷിക്കുന്നുണ്ട്. ലൈഫില് കിട്ടൂലേ? നിങ്ങളുടെ നാട്ടുകാരല്ലേ? ചിത്രയിൽ ഇപ്പൊ വാടക വടുവഞ്ചാല്. മക്കളോ? മക്കള് 2 പെൺകുട്ടികളെ നടന്നാടി കെട്ടിച്ചു. പിന്നെ ഒരു മോനുണ്ട്. പോകുന്നുണ്ട്. എന്തെങ്കിലും ഒരു സഹായം ലൈഫില് കിട്ടൂലേ? പുതിയ അപേക്ഷ എടുത്തിട്ടുണ്ടോ? അതിനിപ്പോ ഈ ഭരണം ഇത് മാറി വന്നാല് വീട് സ്ഥലവും പദ്ധതി ഉണ്ട്. സ്ഥലം കൂടി ലൈഫിൽ കിട്ടില്ല. സ്ഥലമുണ്ടെങ്കിൽ ഉണ്ട്. നോക്ക്. ഇപ്പൊ ഒരു മാസമായിട്ടില്ല, ഒരു മാസമായിട്ട് കഴിഞ്ഞില്ല അപേക്ഷ. പുതിയ അപേക്ഷ പഞ്ചായത്തിൽ അക്ഷയ മുഖാന്തരം കൊടുത്തിരുന്നതാണ്. അപ്പൊ അത് സ്വീകരിച്ച അപേക്ഷ അതിന് അടുത്ത ഭരണസമിതി വരുമ്പോ അങ്ങനെ പരിഗണിക്കണ വസ്തുതയുണ്ടോ? അതിനനുസരിച്ച് പോലെ അവിടെ ആൾക്കാർ ബന്ധപ്പെട്ടായി. മറ്റന്നാളാണ് ദിവസം. നമ്മളത് ജനുവരി 4-നാണ്. ഇത് മറ്റന്നാളാണ്. ഇപ്പൊ തന്നെ ഏകദേശം 8-9 കല്യാണ കേസുകൾ പെൻഡിങ് ആണ്. കളക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. അതിന്റെ മോൾ ഒന്നുകൂടി വെക്കാനുള്ള ഓപ്ഷൻ ഇല്ല. അതുകൊണ്ടാണ് ഇവിടെ തന്നെ എന്തെങ്കിലും ഒരു വഴി ഇത്ര ആൾക്കാരുണ്ടായിരുന്നിട്ട് നോക്കി മരിച്ചു നാളെ പഠിക്കാൻ കുഞ്ഞാപ്പുക്കാടെ Thank you.